ഹലോ, നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാരണാസിയിലാണുള്ളത്. വാരണാസി, കാശി, ബനാറസ് എന്നൊക്കെ അറിയപ്പെടുന്ന വാരണാസിയിലാണുള്ളത്. അപ്പം ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിലുണ്ടാവുക. ഗംഗയിലൂടെയുള്ള ബോട്ട് സവാരി, പിന്നെ 82ഓളം ഗഡ്സുകളുണ്ട്, അതിലൂടെയുള്ള കാഴ്ചകൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ്. അപ്പം പിന്നെ ഇവിടുത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് 5000ഓളം വർഷം പഴക്കമുള്ള ഒരു പൗരാണികമായ ഒരു നഗരം കൂടിയാണ് വാരണാസി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാകുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഒറിജിനൽ രുദ്രാക്ഷമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്താ ഇവിടെ വെക്കുന്നുണ്ട്. അവർ തോട് പൊളിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് രുദ്രാക്ഷം കാണിച്ചു തരും. വിലയ്ക്ക് വാങ്ങാൻ പറ്റും. ഇവിടുന്ന് അടിപൊളി പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങളുണ്ട്. രുദ്രാക്ഷങ്ങൾ, മാല, വള, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കുട്ടി സാമികളുണ്ട്. സാധനമാണ് കസ്തൂരിമാനിൻ്റെ മാല, രുദ്രാക്ഷം, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. कितना रुपया है? 60 रुपये। हाँ 60 रुपये। ഇവിടെ ഇങ്ങനെയുള്ള ഓം ഷർട്ടുകളൊക്കെ ഉണ്ടാവും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. എത്രയാണ്? भैया जी कितना है? एक गमछा एक चड्डी, एक गमछा एक चड्डी आओ। അങ്ങനെ ഞാനും ഒരു ഷർട്ടൊക്കെ വാങ്ങി. ഹോം ഷർട്ട് അടിപൊളി. ഇതാണ് കാശീൻ്റെ സ്റ്റൈൽ. കാശി നമ്മൾ ഇന്നലെ രാത്രിയായിരുന്നു കണ്ട്. ഇതാണിപ്പം പകലത്തെ കാഴ്ച. അടിപൊളിയാണ്. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ലളിതാഘട്ടാണ്. ലളിതാഘട്ടാണ് ഇത് ഈ കാണുന്നത്. എവിടെയാണ് ഇപ്പം നവീകരിച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലം. കാശി വിശ്വനാഥ കോറിഡോറിൻ്റെ ഭാഗം ഇത്. ഗംഗയിലേക്ക് ഇങ്ങനെ പടവുകളായിട്ട് ഇറങ്ങുന്ന ആ ഭാഗമാണിത്. ഇതാ അവിടെ കാണുന്നതാണ്, അങ്ങ് ദൂരെ കാണുന്നതാണ് ആ മണികർണിക ഘട്ട്. അവിടെയാണ് ബോഡിയൊക്കെ. ഇതാ ഇവിടെ ഈ ഭാഗത്തായിട്ട് മണികർണിക ഘട്ട്. അവിടെയാണ് ബോഡിയൊക്കെ കത്തിക്കുന്ന ആ സ്ഥലം.
അവിടെ എപ്പോഴും ചിത എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഏത് സമയത്തും ചിത എരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഗംഗയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പടവുകളാണിത്. പുതിയതായിട്ട് നിർമ്മിച്ച, നല്ല അടിപൊളിയായിട്ട് നിർമ്മിച്ച ഒരു സംഭവമാണിത്. ഇതവിടെ ഗംഗയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കാം. मंदिर परिसर में बहुत सारे देवी देवता थे। ഇതാണ് ആ കോറിഡോറ്, കാശി വിശ്വനാഥ കോറിഡോറ് പുതുക്കി പണിതിട്ടുള്ള. അടിപൊളിയാണ്, നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങ് അകലെ അതാ അവിടെയായിട്ട് ഒരു ശങ്കരാചാര്യ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ശ്രീ ശങ്കരാചാര്യ ചൗക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. നമ്മളങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടെത്തി. ഈ ഗേറ്റ് കടന്നിട്ട് വേണം ഇനി ക്ഷേത്രത്തിനടുത്തേക്ക് പോകാൻ വേണ്ടി. ഇവിടെ എത്താൻ തന്നെ 1-2 സെക്യൂരിറ്റി ചെക്കിങ്ങുകൾ കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ കഴിയൂ. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, സുഖദർശൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. വലിയ ക്യൂ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സുഖദർശൻ ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കുക എല്ലാവരും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ, ബാഗ്, ഫോണ് എല്ലാം ഇവിടെ സൂക്ഷിക്കാൻ പറ്റും ഉള്ളിൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് ബാഗ്, അങ്ങനെ ഫോണ്, ഒരു സാധനവും കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. ഇനി നമുക്ക് ക്ഷേത്രത്തിന് അകത്തേക്ക് പോയി വരാം. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം. ഇതിപ്പോൾ നമ്മൾ കാണുന്ന ലളിതാ ഗേട്ടാണ്. ലളിതാ ഗേറ്റ് ഇവിടെ കാണാം. അതാ ലളിതാ ഗേറ്റ്. ലളിതാ ഗേറ്റിൻ്റെ അവിടെ മുകളിലായിട്ടാണ് നമ്മുടെ നേപ്പാളി സ്റ്റൈലിലുള്ള ഒരു പശുപതിനാഥ ടെമ്പിൾ ഉണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. നമ്മളിപ്പം പശുപതിനാഥ ടെമ്പിളിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേപ്പാളിൽ ഇതാണ് നേപ്പാളി ടെമ്പിൾ. നേപ്പാളി ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെയും ആരാധനാമൂർത്തി ശിവൻ തന്നെയാണ്. നേപ്പാളിലുള്ള പശുപതിനാഥ ടെമ്പിളിൻ്റെ അതേ രീതിയിലാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു നേപ്പാളി രാജാവാണ്. ഈ ക്ഷേത്രം മിനി ഖജുരാഹോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇപ്പം ക്ഷേത്രത്തിന് തൊട്ടടുത്തായി തന്നെ നിന്നുള്ള ഗംഗയുടെ കാഴ്ചയാണ് കാണുന്നത്. അങ്ങ് ദൂരെ വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. വളരെ മനോഹരമാണ്. പിന്നെ ഇവിടെ കൂടുതലായും മരമാണ് ക്ഷേത്രത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്.
മരത്തിൽ ചെയ്തിട്ടുള്ള കൊത്തുപണികളാണ് കൂടുതലായി ഉള്ളത്. ടെറാക്കോട്ട, മരം, കല്ല് ഇതൊക്കെ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിമനോഹരമായ കൊത്തുപണികളാണ് ഇവിടെ മരത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന് കത്വാല ക്ഷേത്രം എന്നുകൂടി ഒരു പേരുണ്ട്. കാരണം മരം കൂടുതലായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. വരാഹി ഗഡ്, അവിടെ ഇതാ ഒരു ബോട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വലുപ്പമുള്ള ബോട്ടാണ് കേട്ടോ, കുറച്ച് നല്ല വലുപ്പമുണ്ട്. ഇത് മറ്റൊരു ഗട്ടാണ്, കുറച്ച് വലിയ സംഭവം കേട്ടോ, മൻമോഹൻ ഗട്ട്. ഇങ്ങനെ ഒരുപാട് ഗട്ടുകളുണ്ട്. ഇതൊരു ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ 10-50 ഗട്ടുകളായിട്ട് നീണ്ടു കിടക്കുകയാണ്. ഇതൊക്കെ പച്ചക്കറി, പഴങ്ങൾ എല്ലാം വിൽക്കുന്നതാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 1 കിലോ 60 അല്ലേ പറഞ്ഞേ? 60 രൂപ 1 കിലോ. ഇതാണ് ദശാശ്വമേധ് ഘട്ടിലേക്കുള്ള വഴിയാണിത്. ഇനിയിപ്പോൾ ആൾക്കാരുടെ തിരക്കായിരിക്കും ഇങ്ങോട്ട്, കാരണം ഇനി അവിടെ ആരതിയൊക്കെ തുടങ്ങാനുള്ള സമയമായി. അപ്പോൾ അതിനുള്ള തിരക്കാണ്, ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരിക്കും. ഇത് ദശാശ്വമേധ് ഘട്ടിൻ്റെ എൻട്രൻസ് ആണിത്. അങ്ങോട്ട് ഗംഗയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ്. അതാ അവിടെ അല്ലേ ആ സ്റ്റേജ് പോലെയൊക്കെ ചെയ്ത സ്ഥലം, അതാണ് ഗംഗാ ആരതി നടക്കുന്ന സ്ഥലം. ഗംഗാ ആരതിക്കായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇവിടെ. ആളുകളൊക്കെ സീറ്റ് പിടിച്ചു തുടങ്ങി, സീറ്റിലിരിക്കുന്നുണ്ട് കുറേ ആളുകളൊക്കെ. ഇവിടെ സീറ്റിലിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ പോയിട്ട് നമുക്ക് ഗംഗാ ആരതി കാണാൻ പറ്റും. അതായത് അത് ഗംഗയിൽ നിന്നുകൊണ്ടുള്ള ഇങ്ങനെ ഇങ്ങോട്ട് കാണുന്ന രീതിയിലായിരിക്കും ഗംഗാ ആരതി. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് കാണുന്നത്, ഈ ഭാഗത്ത് തന്നെ. ഇതൊക്കെ ഇവിടെ സീറ്റുകൾ നിരന്ന് കിടക്കുന്നതാണ് ഈ ആരതി കാണാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള. श्री शरण्ये त्र्यंबके गौरी नारायणे नमोस्तुते आगम्य ओम केशवाय नमः ओम संकल्प
तम लक्ष्मी माता की, सरस्वती माता की, शीतला माता की, सनातन धर्म की, ब्रह्म स्वरूप श्री बापू जी महाराज की, सत्य साई बाबा की, श्री श्री शोभा माता की, समस्त देवी देवताओं की, समस्त संत महात्मा ऋषियों की, भारत माता की, नमः पार्वती पतये, हर हर महादेव। ഗംഗാ ആരതിയൊക്കെ കഴിഞ്ഞു. ഇനി നാളെ നമ്മൾ മണികർണിക ഘട്ടിലെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. കാശിയിൽ വന്നാൽ കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് മണികർണിക ഘട്ടിലേത്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.